ഹായ് എവരിവൺ, AKR BS ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CPO എക്സാമിൻ്റെ ഭാഗമായിട്ടുള്ള മുൻവർഷ ചോദ്യപേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ക്ലാസ് കണ്ടിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക. ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ കാവേരി. സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ കാവേരി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കന്മാർ ആരെല്ലാം? സിദ്ധുവും കാനുവും. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കന്മാർ സിദ്ധു, കാനു. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് വേലുത്തമ്പി ദളവ. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂററ്റിൽ സ്ഥാപിക്കാൻ അനുവാദം നൽകിയ ഭരണാധികാരി ജഹാംഗീർ. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂററ്റിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി ജഹാംഗീർ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 1940 ഓഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക. ഒരു മാപ്പിൽ RF = 1:1 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്കിൽ ഭൂമിയിലെ അകലം എത്രയായിരിക്കും? 1 സെൻറ്റിമീറ്റർ = 1 കിലോമീറ്റർ. പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ്? 30° നോർത്ത് ആൻഡ് 30° സൗത്ത്. പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ്? 30° നോർത്ത് ആൻഡ് 30° സൗത്ത്. ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജൻ, ക്ലോറിൻ. ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ക്ലോറിൻ. ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. ഉത്തരമഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മണ്ണിനം? എക്കൽ മണ്ണ്. ഉത്തരമഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള പരുത്തി. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഫിലിപ്പൈൻസ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഫിലിപ്പൈൻസ്. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷീരവികസനം. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷീരവികസനം. 2023 G7 ഉച്ചകോടി വേദി ഹിരോഷിമ. 2023 G7 ഉച്ചകോടി വേദി ഹിരോഷിമ. സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് 1975 സെപ്റ്റംബർ 9. സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് 1975 സെപ്റ്റംബർ 9. KSSMൻ്റെ പൂർണ്ണരൂപം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. KSSMൻ്റെ പൂർണ്ണരൂപം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് 2015 മെയ് 25. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് 2015 മെയ് 25. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 43.
മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 43. മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ് 36 മുതൽ 51 വരെ. മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ് 36 മുതൽ 51 വരെ. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ 5 മുതൽ 11 വരെ. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ 5 മുതൽ 11 വരെ. ഇന്ത്യൻ ഭരണഘടനയിൽ പേറ്റന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 12-ാം വകുപ്പ്. ഇന്ത്യൻ ഭരണഘടനയിൽ പേറ്റന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 12-ാം വകുപ്പ്. 73ാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്ത് രാജ്. 73ാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്ത് രാജ്. തുല്യ ജോലിക്ക് തുല്യവേതനം മാർഗനിർദ്ദേശ തത്വങ്ങൾ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 39D. തുല്യ ജോലിക്ക് തുല്യവേതനം മാർഗനിർദ്ദേശ തത്വങ്ങൾ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 39D. ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് അംബേദ്കർ. ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് അംബേദ്കർ. ബീജസങ്കലനം മനുഷ്യരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നു? അണ്ഡവാഹിനിക്കുഴലിൽ. ബീജസങ്കലനം മനുഷ്യരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നു? അണ്ഡവാഹിനിക്കുഴലിൽ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ജീവകമാണ് ടോക്കോഫെറോൾ? ജീവകം ഇ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ജീവകമാണ് ടോക്കോഫെറോൾ? ജീവകം ഇ. മീനമാത രോഗം ഏതിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെർക്കുറി. മീനമാത രോഗം ഏതിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെർക്കുറി. മാംസത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം കോഷിയോർക്കർ. മാംസത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം കോഷിയോർക്കർ. വൈറൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ടൈഫോയിഡ്. വൈറൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ടൈഫോയിഡ്. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരമെഴുതുക. ജിയുടെ പരമാവധി മൂല്യം ഭൂമധ്യരേഖയിലാണ്. ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളിലാണ്. 2 മാത്രമാണ് ശരി. ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളിലാണ്. സാധാരണ TV റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഇൻഫ്രാറെഡ് രശ്മികൾ. സാധാരണ TV റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഇൻഫ്രാറെഡ് രശ്മികൾ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്ര? 30 സെൻറ്റിമീറ്റർ. 2023 മെയ് 5 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം ഏതാണ്? പെൻബ്രൽ ചന്ദ്രഗ്രഹണം. 2023 മെയ് 5 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം പെൻബ്രൽ ചന്ദ്രഗ്രഹണം. 3D ഓർബിറ്റലിൽ ഉള്ള ഒരു ഇലക്ട്രോൺ സാധ്യമായ N, L, M എന്നിവയുടെ മൂല്യങ്ങൾ N3, L2, M-1. B, Al, Mg, K എന്നീ മൂലകങ്ങളെ പരിഗണിക്കുമ്പോൾ അവയുടെ ലോകസ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം K, രണ്ടാമത് Mg, പിന്നെ Al, അവസാനം B. താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങൾ pH മൂല്യം 7 കൂടുതലുള്ളത് ഏതിനാണ്? മനുഷ്യരക്തം. താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങളിൽ pH മൂല്യം 7 കൂടുതലുള്ളത് മനുഷ്യരക്തം. താഴെ കൊടുത്തിട്ടുള്ളതിൽ ആദർശ ലായനിക്ക് ഉദാഹരണമല്ലാത്തത് ഫിനോളും അനിലീനും. താഴെ കൊടുത്തിട്ടുള്ളതിൽ ആദർശ ലായനിക്ക് ഉദാഹരണമല്ലാത്തത് ഫിനോളും അനിലീനും. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഹെർമൻ ഗുണ്ടട്ടുമായി ബന്ധപ്പെട്ടത്. 2ാമത്തെ പ്രസ്താവന മാത്രമാണ്. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകൾ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടട്ടാണ്. ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടുന്ന കായിക താരം നീരജ് ചോപ്ര. ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടുന്ന കായിക താരം നീരജ് ചോപ്ര. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എ സേതുമാധവൻ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എ സേതുമാധവൻ. താഴെ തന്നിരിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം ആത്മോപദേശ ശതകം.
താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം ആത്മോപദേശ ശതകം. മാമാങ്കത്തിൻ്റെ അന്ത്യത്തിന് കാരണമായ ഘടകം ഹൈദർ അലിയുടെ ആക്രമണം. മാമാങ്കത്തിൻ്റെ അന്ത്യത്തിന് കാരണമായ ഘടകം ഹൈദർ അലിയുടെ ആക്രമണം. താഴെ പറയുന്നവർ ഏതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നൽകാവുന്ന വിവരം? മന്ത്രിസഭാ തീരുമാനങ്ങൾ. താഴെ പറയുന്നവർ ഏതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നൽകാവുന്ന വിവരം? മന്ത്രിസഭാ തീരുമാനങ്ങൾ. കൊക്കെയ്ൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പരമാവധി തടവ് ശിക്ഷ 1 വർഷം വരെ കഠിന തടവ്. കൊക്കെയ്ൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പരമാവധി തടവ് ശിക്ഷ 1 വർഷം വരെ കഠിന തടവ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകൃത്യമാകുന്നത്? 67B വകുപ്പ് പ്രകാരം. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകൃത്യമാകുന്നത്? 67B വകുപ്പ് പ്രകാരം. കേരള പോലീസ് ആക്ട് പ്രകാരം പരാതിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്വീകരിച്ച നടപടി താഴെ പറയുന്നവയിൽ ഏതാണ്? എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിൻ്റെ സേവനം ഉറപ്പുവരുത്തുക. കേരള പോലീസ് ആക്ട് പ്രകാരം പരാതിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്വീകരിച്ച നടപടി താഴെ പറയുന്നവയിൽ ഏതാണ്? എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിൻ്റെ സേവനം ഉറപ്പുവരുത്തുക. എയ്ഡ്സ് ബാധിതനായ ഒരു വ്യക്തി രോഗം പരത്തണമെന്ന ഉദ്ദേശത്തോടെ രോഗവിവരം മറച്ചുവെച്ച് മറ്റാളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ലഭിക്കുന്ന തടവ് ശിക്ഷ 2 വർഷം വരെ വരുന്ന തടവ് ശിക്ഷ. എയ്ഡ്സ് ബാധിതനായ ഒരു വ്യക്തി രോഗം പരത്തണമെന്ന ഉദ്ദേശത്തോടെ രോഗവിവരം മറച്ചുവെച്ച് മറ്റ് ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ലഭിക്കുന്ന തടവ് ശിക്ഷ 2 വർഷം വരെ വരുന്ന തടവ് ശിക്ഷ. താഴെ പറയുന്നവയിൽ ഏതാണ് വാറണ്ട് കേസായി പരിഗണിക്കാവുന്ന കുറ്റകൃത്യം? 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യം. താഴെ പറയുന്നതിൽ ഏതാണ് വാറണ്ട് കേസായി പരിഗണിക്കാവുന്ന കുറ്റകൃത്യം? 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ്. ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന തടവ് ശിക്ഷ എത്രയാണ്? 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷ. ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന തടവ് ശിക്ഷ എത്രയാണ്? 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷ. വിവരാവകാശ നിയമപ്രകാരം 3ാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു വിവരം നൽകുവാൻ സാധിക്കുമോ എന്നത് എത്ര ദിവസത്തിനുള്ളിൽ അപേക്ഷകനെ അറിയിക്കണം? 40 ദിവസത്തിനകം. വിവരാവകാശ നിയമപ്രകാരം 3ാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു വിവരം നൽകുവാൻ സാധിക്കുമോ എന്നത് എത്ര ദിവസത്തിനുള്ളിൽ അപേക്ഷകനെ അറിയിക്കണം? 40 ദിവസത്തിനകം. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റവാളികൾക്ക് ധനസഹായം നൽകുന്നത് കുറ്റകൃത്യമാകുന്നത്? വകുപ്പ് 27A. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റവാളികൾക്ക് ധനസഹായം നൽകുന്നത് കുറ്റകൃത്യമാകുന്നത്? വകുപ്പ് 27A. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 4ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. ബൈക്ക് യാത്രികർ ഒരു സ്ത്രീയെ ആക്രമിച്ച് അവരുടെ കൈവശമുള്ള സ്വർണം ബലമായി പിടിച്ചെടുത്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അവർ ചെയ്യുന്ന കുറ്റകൃത്യം ഏതാണ്? കവർച്ച. ബൈക്ക് യാത്രികർ ഒരു സ്ത്രീയെ ആക്രമിച്ച് അവരുടെ കൈവശമുള്ള സ്വർണം ബലമായി പിടിച്ചെടുത്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അവർ ചെയ്യുന്ന കുറ്റകൃത്യം ഏതാണ്? കവർച്ച. കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന നേരത്ത് ദേഹപരിശോധന നടത്താൻ അധികാരപ്പെട്ടവർ ആരാണ്? അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ. കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന നേരത്ത് ദേഹപരിശോധന നടത്താൻ അധികാരപ്പെട്ടവർ ആരാണ്? അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ. പൊതുജനങ്ങൾക്ക് അസഹ്യത ഉളവാക്കുന്ന രീതിയിൽ പൊതുസ്ഥലത്ത് വെച്ച് മൃഗങ്ങളെ കശാപ്പ് ചെയ്താൽ ലഭിക്കുന്ന തടവ് ശിക്ഷ 1 വർഷം വരെ.
പൊതുജനങ്ങൾക്ക് അസഹ്യത ഉളവാക്കുന്ന രീതിയിൽ പൊതുസ്ഥലത്ത് വെച്ച് മൃഗങ്ങളെ കശാപ്പ് ചെയ്താൽ ലഭിക്കുന്ന തടവ് ശിക്ഷ 1 വർഷം വരെ. താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് കോടതി മരണമൊഴി തെളിവായി സ്വീകരിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും തെളിവായി സ്വീകരിക്കാവുന്നതാണ്. സ്വമേധയാ നൽകിയ മരണമൊഴി, മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ മരണമൊഴി, മജിസ്ട്രേറ്റിൻ്റെ അഭാവത്തിൽ പോലീസ് രേഖപ്പെടുത്തിയ മരണമൊഴി, സംസാരശേഷി ഇല്ലാത്ത വ്യക്തി ആംഗ്യ ഭാഷയിൽ നൽകിയ മരണമൊഴി. സാങ്കേതിക വിദ്യാ നിയമപ്രകാരം ഒരു വ്യക്തി മറ്റൊരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവരെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ 3 വർഷം തടവും 1,00,000 രൂപ പിഴയും. സാങ്കേതിക വിദ്യാ നിയമപ്രകാരം ഒരു വ്യക്തി മറ്റൊരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവരെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ 3 വർഷം തടവും 1,00,000 രൂപ പിഴയും. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരി. സ്വമേധയാ ലഹരിക്ക് അടിമയായ വ്യക്തി മറ്റൊരാളെ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കും. ക്രിമിനൽ നടപടി നിയമപ്രകാരം കുറ്റസമ്മതം രേഖപ്പെടുത്താൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ക്രിമിനൽ നടപടി നിയമപ്രകാരം കുറ്റസമ്മതം രേഖപ്പെടുത്താൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നീലച്ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്? ലൈംഗിക പീഡനം. ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നീലച്ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്? ലൈംഗിക പീഡനം. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? മൂന്നാമത്തെ പ്രസ്താവനയാണ് ശരി. 18 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടിയെ രക്ഷിതാവിൻ്റെ സമ്മതമില്ലാതെ അവരുടെ സംരക്ഷണത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യമാണ്. CPIയുടെ മുൻവർഷം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് കൂടി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.